ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എസ്തെറ്റിക് ഫ്ലവറാണ്. അപ്പോൾ ഇതിനായി നമുക്ക് വേണ്ടുന്നത് കുറച്ച് ടിഷ്യൂവും സ്റ്റിക്ക്, സിസേഴ്സ്, ഗ്ലൂ, പിന്നെ ഒരു ഫ്ലോറസ് വയറും. ഇത് ഇത്ര ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി എസ്തെറ്റിക് ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ടത്, നമുക്കാണെങ്കിൽ കുറച്ച് ടിഷ്യൂ എടുക്കണം. ടിഷ്യൂ എടുത്തിട്ട് അതിനെല്ലാത്തിനെയും സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് അതിനെല്ലാത്തിനും ഒരേ ലെവലിൽ ഇങ്ങനെ വെക്കണം. ആൻഡ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ടിഷ്യൂ ഭയങ്കര തിന്നായതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ അത് കീറിപ്പോവും. ഞാനാണെങ്കിൽ ചില സ്ഥലത്ത് ചെയ്തപ്പോൾ എനിക്കാണെങ്കിൽ അത് കീറിപ്പോയി. സോ നിങ്ങളത് സൂക്ഷിക്കണം. ടിഷ്യൂവിനെ എല്ലാത്തിനും ഒരേ ലെവലിൽ വെച്ചതിന് ശേഷം ഒരു ക്ലിപ്പ് അങ്ങനെ വെച്ചിട്ട് അതിനെ ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ വെക്കണം. ക്ലിപ്പ് ചെയ്ത് വെക്കുമ്പോഴത്തേ അതിങ്ങനെ ഒരേ ലെവലിൽ ഇങ്ങനെ ഇരിക്കും. ആൻഡ് ഇനി നമ്മൾ ചെയ്യാനുള്ളത് അതിനിങ്ങനെ സിഗ്സാഗ് പോലെ ഇങ്ങനെ മടക്കി കൊടുക്കണം. ചില ടിഷ്യൂവിന് നീളം കൂടിപ്പോയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ആൻഡ് അതൊരു ഫ്ലവർ ചെയ്യുന്നതുകൊണ്ട് അതിനാണെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല അവിടെ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത്, ഈ ടിഷ്യൂവിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് അതിൽ കൂടെ ഇങ്ങനെ ഫ്ലോറസ് വയർ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ സ്ട്രോങ് ആയിട്ടിരിക്കും. ഈ ഒരു കാര്യം പറയാം, ഈ ഫ്ലോറസ് സ്റ്റിക്കിൻ്റെ കുറച്ച് നമ്മൾ ബാക്കി വെച്ചേക്കണം, കാര്യം നമുക്കത് ആവശ്യമുണ്ട്. ആയിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു സ്റ്റിക്കാണ്. സ്റ്റിക്കെന്ന് പറയുമ്പം ഏതൊരു സ്റ്റിക്കായാലും മതി. അപ്പം അതിൻ്റെ കൂടെ ഇതൊത്തി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ആ ഒരു ടിഷ്യൂവിൽ വെച്ചിട്ട്. എന്നിട്ട് ഈ ഒരു ഫ്ലോറസ് വയർ വെച്ച് അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതവിടെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടിരിക്കും. ആൻഡ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റിക്കും ഈ ഒരു ഫ്ലവറും കൂടെ അറ്റാച്ച് ചെയ്തേക്കുന്നില്ലേ, അവിടെയാണെങ്കിൽ കുറച്ച് ഗ്ലൂവും കൂടെ തേച്ച് കൊടുക്കാം. കാര്യം അതാണെങ്കിൽ എപ്പോഴും നമുക്ക് അങ്ങനെ തന്നെ ഇരിക്കണം. അടുത്ത് നമ്മൾ ചെയ്യാനുള്ളത്, ഈ ടിഷ്യൂ ആണെങ്കിൽ എല്ലാത്തിനെയും ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കണക്കിരിക്കുകയല്ലേ, അപ്പോൾ അതിനെല്ലാത്തിനെയും ഇങ്ങനെ ഓരോരോ പെറ്റൽസ് പോലെ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഓരോ ടിഷ്യൂ ഇങ്ങനെ മാറ്റി 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 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതാണെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് പോലെ വരും. അതേപോലെ നമ്മൾ എല്ലാ ടിഷ്യൂവിലും ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മറ്റേ സൈഡ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ഫ്ലവറിൻ്റെ ഒരു ലുക്ക് കിട്ടും. നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഈ ഒരു ടിഷ്യൂവിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്കും സൂക്ഷിച്ച് വേണമെന്ന്. അത് സൂക്ഷിച്ചില്ലെങ്കിൽ ഇപ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത്. നമ്മളിങ്ങനെ വലിക്കുമ്പോഴത്തേക്കും അതിങ്ങനെ മുറിഞ്ഞു വരും. അതുകൊണ്ടാണെങ്കിൽ ഇതിനെങ്ങനെ സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫ്ലവർ സെറ്റായി. ഇനി നമുക്ക് വേണ്ടത് ലീഫാണ്. അതിന് സെക്കൻഡ് പാർട്ടിൽ കാണിക്കാം. ബൈ. ഹലോ ഗൈസ്, വെൽക്കം ടു പാർട്ട് 2 ഫോർ മേക്കിംഗ് ആൻ അടിപൊളി എസ്തെറ്റിക് ഫ്ലവർ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ലീഫ് ഉണ്ടാക്കണം. സോ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മളൊരു ടിഷ്യൂ എടുക്കണം. എന്നിട്ട് അതിനെ ഇങ്ങനെ സിക്സാക്ക് പോലെ ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇങ്ങനെ സിക്സാക്ക് പോലെ മടക്കുമ്പോഴത്തേക്കും ആ കോർണറിൽ നിന്ന് വേണം മടക്കി തുടങ്ങാൻ. കാര്യം അതാകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഒരു വൈഡും തിന്നുമായിട്ടുള്ള ഒരു ഏരിയ കിട്ടും. അപ്പോൾ എന്നിട്ടാണെങ്കിൽ ഇതിനെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്യാനായിട്ട് നമുക്ക് സിസേഴ്സ് തന്നെ യൂസ് ചെയ്യാം. സിസേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കിട്ടും. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ഞാനാണെങ്കിൽ ആദ്യം ഈ കോർണറുള്ള പാർട്ടാണ് ഈ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത്. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഇത് ഫ്ലവറാണ്. ഞാൻ ഇതിങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ ഇതൊരു ഫ്ലവറായിട്ടാണ് കണ്ടത്. പക്ഷെ ഞാൻ അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതിനൊരു ലീഫായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ ലീഫായിട്ട് എടുത്തോ. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ പാർട്ടിൻ്റെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ എടുക്കാം. സോ ഈ ഒരു ലീഫിനെ നമ്മൾ നല്ലോണം ഒത്തി മടക്കി കൊടുക്കണം. അപ്പം അതിൻ്റെ ആ ഒരു ഷേപ്പ് അങ്ങനെ തന്നെ നിൽക്കും. ആ ലീഫിൻ്റെ ആണെങ്കിൽ തിന്നും ബ്രോഡും അല്ലേ നമുക്ക് വേണ്ടത്. അപ്പം തിന്ന് വേണ്ടിയിട്ട് നമുക്കാണെങ്കിൽ ഈ ഒരു ഫ്ലോറസ് വയറിൻ്റെ കുറച്ച് നമുക്ക് ഇതിന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഈ ഒരു നാരോ പാർട്ട് ഉണ്ടല്ലോ അവിടെ എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പ് അങ്ങനെ തന്നെ നിൽക്കും. ആൻഡ് അതിങ്ങനെ ഊരിയും പോവത്തില്ല. ആൻഡ് നമുക്ക് ഈ ഗ്ലൂവിൻ്റെ ആവശ്യമില്ല ഇതിൽ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നാണ്. പക്ഷെ ഞാൻ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ആ ഒരു ഫ്ലോറസ് വയറിൻ്റെ മൊന വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കി. പക്ഷെ അതാണെങ്കിൽ അങ്ങോട്ട് കയറുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ലീഫിനെ ഇങ്ങനെ ആ ഒരു സ്റ്റെമ്മിൽ കൂടെ തന്നെ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്ത്, ഈ ഒരു ഫ്ലോറസ് വയർ ആണെങ്കിൽ ആ ലീഫിൻ്റെ കൂടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ അതിങ്ങനെ ഇരിക്കും. ആൻഡ് ഇപ്പം നിങ്ങൾക്ക് അത് ഇരുന്നിട്ട് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ കുറച്ച് ഗ്ലൂ കൂടെ യൂസ് ചെയ്ത് അതിനിങ്ങനെ ഫിക്സ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അതാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫ്ലവറിൻ്റെ നമ്മൾ ചെയ്തില്ലേ ഇങ്ങനെ ഓരോന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ കുറച്ച് കളേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വാട്ടർ കളർ ആയാലും മതി. ഏതൊരു പേസ്റ്റൽ വാട്ടർ കളർ എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വാട്ടർ വെച്ചിട്ട് ചെറിയ പേസ്റ്റൽ കളേഴ്സൊക്കെ കൊടുത്താൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അറ്റത്തെല്ലാം ഇങ്ങനെ കളേഴ്സ് വന്നിരിക്കും. അപ്പോൾ അതാണെങ്കിൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കും ഇതിനെ.
ഇതാണ് നമ്മളെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ആൻഡ് ഇത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് കൂടെ ചെയ്യണേ. ബൈ.